നമസ്കാരം, നിങ്ങൾക്ക് എല്ലാവർക്കും 1 സെക്കൻഡ് വീഡിയോയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് കൊണ്ട് എങ്ങനെ ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാൻ സാധിക്കും എന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ ഒരു ബ്രോക്കറാണ് അപ്സ്റ്റോക്സ്. അപ്പോൾ തീർച്ചയായിട്ടും അപ്സ്റ്റോക്സിൽ നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനും IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ല ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഓപ്പൺ ആക്കുന്നതിൽ തീർച്ചയായിട്ടും സൗജന്യമായിട്ട് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ആപ്പിൾ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക, ആൻഡ്രോയിഡ് ആണെങ്കിൽ ഈ ഒരു ഐക്കൺ സെലക്ട് ചെയ്ത് നമുക്ക് അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ എന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് അത് ഇൻസ്റ്റാളായി വരുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. അപ്പം മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയിക്കുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് എൻ്റർ ചെയ്ത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു OTP വരും മൊബൈൽ നമ്പറിലേക്ക്. അത് എൻ്റർ ചെയ്തതിന് ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു അപ്സ്റ്റോക്സിൻ്റെ ആപ്ലിക്കേഷൻ ഇത് ഓപ്പണായി വന്നിട്ടുണ്ട് ടെമ്പററി ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യമേ ഇത് KYC കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് കണ്ടിന്യൂ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മുകളിൽ. അപ്പോൾ നമുക്കിവിടെ കംപ്ലീറ്റ് യുവർ KYC എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ആവശ്യമുണ്ട് ഇത് ഓപ്പൺ ആക്കുന്നതിന് മുമ്പായിട്ട്. അതൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആണ് ആധാർ കാർഡ്, പാൻ കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് നമുക്ക് സേവിങ്സ് അക്കൗണ്ടിൻ്റെ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വെള്ള പേപ്പറിൽ ഒരു സിഗ്നേച്ചറും ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് കംപ്ലീറ്റ് യുവർ KYC എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ്, ഐഡൻറ്റിഫിക്കർ ബാങ്ക് ഡീറ്റെയിൽസ്. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് നമുക്ക് ടോട്ടലായിട്ടുള്ളത്. 1 by 1 ആയിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ഒന്ന് വെരിഫൈ ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിനുശേഷം കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇമെയിൽ ID വെരിഫൈ ആവുന്നതായിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ മരിറ്റൽ സ്റ്റാറ്റസ്, ട്രേഡിംഗ്, ഒക്കുപേഷൻ, ആനുവൽ ഇൻകം ഏകദേശം അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിച്ച് നോക്കിയതിന് ശേഷം അതിനുശേഷം പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു സെൽഫി എടുക്കുക. സൺഗ്ലാസ് ഒന്നും വെക്കാതിരിക്കുക. അതിനുശേഷം ലിങ്ക് യുവർ ബാങ്ക് അക്കൗണ്ട് എന്നുള്ളത് ഒന്നെങ്കിൽ UPI വെച്ച് ലിങ്ക് ചെയ്യാം ബാങ്ക് അക്കൗണ്ട്, അല്ലെങ്കിൽ മാനുവലായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. കണ്ടിന്യൂ വിത്ത് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ട് നമ്പറും വീണ്ടും അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കുക. IFSC കോഡ് അടിച്ചു കൊടുക്കുക. ബാങ്കിൻ്റെ പേര്, അതുപോലെ തന്നെ നിങ്ങളുടെ പേര് ഇത്രയും അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ ബാങ്ക് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. സിഗ്നേച്ചർ ഇവിടെ ഒന്നുകിൽ ഡ്രോ ചെയ്യാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം. വൈറ്റ് പേപ്പർ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഡ്രോ ചെയ്യാം. കണ്ടിന്യൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു സെഗ്മെൻറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആക്ടിവേറ്റ് ഓൾ സെഗ്മെൻറ്റ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഓക്കെ ആയി അണ്ടർസ്റ്റാൻഡ് ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. അത് വായിച്ച് നോക്കിയിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇൻകം പ്രൂഫായിട്ട് നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് 6 മാസത്തെ അപ്ലോഡ് ചെയ്യാം. അത് ഒന്നെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാണ്. മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ഇവിടെ ഏതാണോ നമ്മുടെ ബാങ്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ അപ്ലോഡ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം നോമിനിയുടെ പേര്, റിലേഷന്, അതുപോലെ തന്നെ ആഡ് ലെറ്റർ, ഒന്നുകിൽ ആഡ് ലെറ്റർ പിന്നീട് നോമിനി ആഡ് ചെയ്യും, അല്ലെങ്കിൽ ആഡ് നോമിനി കൊടുത്ത് ഈ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് നോമിനി ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇത് സിഗ്നേച്ചർ ആണ്, സിഗ്നേച്ചർ സെറ്റിലേക്കാണ് പോകുന്നത്. സൈൻ ആപ്ലിക്കേഷൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൂരിപ്പിച്ച് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫോം 1 by 1 ആയിട്ട് കാണാൻ സാധിക്കും. വായിച്ച് നോക്കിയതിന് ശേഷം സൈൻ നോ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആധാർ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അപ്പം സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP വരുന്നതായിരിക്കും. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ ആൻഡ് സൈൻ ഇൻ എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് തികച്ചും സൗജന്യമായിട്ട് ഓപ്പൺ ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അപ്സ്റ്റോക്സിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗജന്യമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലാണെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റെപ്സ് ആണ് അപ്സ്റ്റോക്സിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ്. ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും താല്പര്യമുണ്ടെങ്കിൽ ഓപ്പൺ ആക്കുക. ഓക്കെ, താങ്ക് യു.